നമസ്കാരം. യൂണിവേഴ്സിറ്റി LGSന്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ എൻട്രികളെ പ്രധാനപ്പെട്ട അധ്യാപകരെല്ലാം നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇന്ന് നടന്ന പരീക്ഷയ്ക്കുള്ള ഒരു വിലയിരുത്തൽ നടത്താൻ പോവുകയാണ്. വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കെല്ലാം ഒരു വലിയ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ പ്രദീപ് സാറ് നമ്മളോടൊപ്പം ഉണ്ട്. പ്രദീപ് സാറെ, യൂണിവേഴ്സിറ്റി LGSന്റെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികളെ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്? വളരെയധികം സന്തോഷം. നമ്മൾ അധ്യാപകർക്കും സന്തോഷം. കാരണം നമ്മളൊക്കെ ഒരുവിധം എല്ലാം പഠിപ്പിച്ച ചോദ്യങ്ങൾ മുമ്പുള്ള പരീക്ഷകൾക്കൊക്കെ ആയിരുന്നു ഒരു 1, 2, 21 22 ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വേറെ കുറേ ക്വസ്റ്റ്യങ്ങൾ വരും. പക്ഷേ ഇന്നത്തെ ചോദ്യ പേപ്പറിൽ ആൻസറും വന്നപ്പോഴത്തേക്ക് കുറേയധികം കുട്ടികൾ നമ്മളോട് പറയുന്നത് മൊത്തം നമ്മൾ പഠിപ്പിച്ചതാവുന്നത്. ഒരുവിധം ഒരു 99% നമ്മൾ 100 പറയാം. പക്ഷേ 1, 2, 3 ചോദ്യങ്ങൾ കൺഫ്യൂഷൻ വരുന്ന ചോദ്യങ്ങളുണ്ട്. പല ഉദ്യോഗാർത്ഥികളും നല്ല മാർക്കുകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് പഠിച്ചാൽ കിട്ടും എന്നുറപ്പായത് കണ്ട നമ്മൾ മെനക്കെട്ട് ടോപ്പിക് അനുസരിച്ച് സിലബസ് അനുസരിച്ച് കറക്റ്റായിട്ട് പഠിച്ചവർക്ക് ആ ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്തു. അതായിരിക്കും കുറേ അധികം പേരുടെ സന്തോഷം. പിന്നെ കുറച്ച് പേർക്ക് മാർക്ക് കുറഞ്ഞാണ്, അതിലൊന്നും വിഷമിക്കരുത്. പോട്ടെ, ഇതല്ലെങ്കിൽ മറ്റൊന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതിലിവിടം വരെ എത്തിയല്ലോ, നിങ്ങൾ ചിലപ്പോൾ അശ്രദ്ധ മൂലം അവിടെ ചെന്ന് അയ്യോ അത് എഴുതി പോയല്ലോ എന്നുള്ളൊരു തോന്നലിൽ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ അത് തെറ്റി. പോട്ടെ, ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. ഇതേ പഠിത്തത്തിൽ വാശിയോടുകൂടി ഇനി മുമ്പിലോട്ട് വരുന്നു. ഇതേ ടൈപ്പിൽ വരുന്നു. LGS വരുന്നു, LD ക്ലർക്ക് വരുന്നു. ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളൊക്കെ കണ്ട ഒരു LGS നിലവാരം കറക്റ്റ് അവർ സ്റ്റേറ്റ്മെന്റ് വിട്ടത് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. മെനക്കെട്ട് ടോപ്പിക് അനുസരിച്ച് പഠിച്ചവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത്. അപ്പോൾ ഓരോരുത്തരോടും പറയാണ് വാശിയോടുകൂടി മുന്നോട്ട് പോവുക. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തുകൊണ്ട് ഇത്രയും സന്തോഷം വരാൻ കാരണം നിങ്ങൾ അന്ന് പരീക്ഷ വിളിച്ച നാൾ മുതൽ ഇവിടം വരെയും നിങ്ങൾ മെനക്കെട്ട് പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ കുറേ സന്തോഷമുണ്ട്. ഇനി നിങ്ങളുടെ മനസ്സിൽ തോന്നും, സാറേ ഇത് കട്ട് ഓഫ് കൂടുമോ, ഇനി എന്തായാലും കട്ട് ഓഫ്, പലരും പല കട്ട് ഓഫ് പറയുന്നു, 90 മേളിൽ പോവും, 80 മേളിൽ പോവും, 70 മേളിൽ. ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ നോക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫുകളല്ല ഇപ്പം വരുന്നത്. ഒന്നാമത് ഇത് സ്റ്റേറ്റ് വൈഡാണ്. നമുക്ക് 5 6 ആൾക്കാരുടെ ഒരു മാർക്ക് കണ്ട് നമുക്കിത് വിലയിരുത്താനല്ല. നിങ്ങൾ മാർക്ക് കണക്കാക്കുക, PSCയുടെ ഫൈനൽ കീ വരുമ്പോൾ മാർക്ക് കൂട്ടി വെക്കുക, സേഫ് ആയിട്ട് വെക്കുക. ഇത് പറഞ്ഞുകൊണ്ടും നടക്കണ്ട. ഇത് കിട്ടുമോ ഇല്ലയോ ടെൻഷൻ അടിക്കണ്ട. മുമ്പിൽ വരുന്ന അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചോണ്ട് പോവുക. അല്ലാതെ എനിക്ക് 80 ഉണ്ട്, ഇത് കിട്ടുമോ ഇല്ലയോ സാറേ, കിട്ടുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ ഇനി എന്താ, അത് 3 4 മാസം കഴിഞ്ഞ് റിസൾട്ട് ഉടനെ ഇടും. എന്തായാലും ഇതിൻ്റെ ഉടനെ ഇടുകയും ചെയ്യും. വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ മെയിൻ പരീക്ഷ എഴുതിയതല്ലേ. അപ്പോൾ ഉടനെ റാങ്ക് ലിസ്റ്റും ഇടും. അതുകൊണ്ട് അന്നേരം അറിഞ്ഞാൽ മതി. ഇനി നിങ്ങൾ 1 2 ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുക. പിന്നെ വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചു തുടങ്ങുക. LD ക്ലർക്ക് വരുന്നു, LGS വരുന്നു, പോലീസ് പരീക്ഷ വരുന്നു, അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ കുറേ പേര് പാസ്സായവരുണ്ട്. ഈ അടുത്ത കാലത്ത് പിന്നെ ഡിഗ്രി കിട്ടി എന്ന് പറഞ്ഞ് ഉണ്ട്. അവരോടൊക്കെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, പിന്നെ അല്ലാതുള്ള ഓരോരുത്തരോടും പറയാനുള്ളത്, മുമ്പിലോട്ടുള്ള പരീക്ഷകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു ഭാഗം കുറച്ച് പേര് ഈ പരീക്ഷയ്ക്ക് നേരെ ജോലി കിട്ടിപ്പോകും. അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങളായിരിക്കുമെന്ന് വിചാരിച്ചാൽ മതി. ഇതിൽ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. 90% അധ്വാനവും 10% നമ്മുടെ മനസ്സിലെ പ്രാർത്ഥനയും നമ്മുടെ വിധിയും എന്നല്ലേ പറയുന്നത്. നിങ്ങൾ അധ്വാനിക്കേണ്ടതും നിങ്ങൾ ചെയ്യേണ്ടതും എല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പോക്ക്, നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് നല്ല മാർക്ക് മേടിച്ചവർ അഹങ്കരിക്കാതിരിക്കുക. എനിക്ക് 90 മേളിലുണ്ട്, എനിക്ക് 85 മേളിലുണ്ട്, എനിക്ക് 80 മേളിലുണ്ട്, ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നതിൻ്റെ തലേ ദിവസം വരെയും നിങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് തന്നെ പഠിച്ചുകൊണ്ടേയിരിക്കുക. വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. ജോലി കിട്ടുമ്പോൾ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇവ കിട്ടിയവർക്ക് തന്നെയാണ് വീണ്ടും 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 ഓരോ ലിസ്റ്റ് വരുന്നത്. അത് ആ ഒരു സമയത്ത് അവർ വാശിയോടുകൂടി പഠിച്ചതാണ്. ഇപ്പം നിങ്ങൾ വാശിയോടുകൂടി പഠിച്ചപ്പോൾ നിങ്ങൾക്ക് പഠിച്ച ക്വസ്റ്റ്യനുകൾ വന്നു, ഹാളിലിരുന്ന് സന്തോഷത്തോടെ എഴുതി. പല കുട്ടികളും ഇപ്പം എനിക്ക് എന്നെ മെസ്സേജ് ഇട്ടു, സാറ് പറയുന്ന കണക്ക്, സാറ് ക്ലാസ്സിൽ പറയുന്ന അതേ ചോദ്യം തന്നെ വന്നു, അത് ആ സാറിൻ്റെ ഓർമ്മയാണ്, സാറിൻ്റെ മുഖമാണ് ക്ലാസ്സിൽ ഇരുന്നപ്പം പരീക്ഷയ്ക്ക് ഇരുന്നപ്പം വന്നു എന്ന് പറഞ്ഞില്ലേ. ഇതേപോലെ തന്നെ ഞങ്ങൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് എത്ര റിവിഷൻ ക്ലാസ്സാണ് തന്നത്. യൂട്യൂബിൽ നിങ്ങൾക്കൊക്കെ 1 മണിക്കൂറിൽ 1 കൂടുതൽ മണിക്കൂർ ഓരോ യൂട്യൂബ് ക്ലാസ്സും യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഞങ്ങൾ എടുത്തു തന്നില്ലേ. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് ആഗ്രഹിച്ചു നിങ്ങൾക്ക് ഒരു 2 വാക്കായാലും കുറേ GK ആയാലും ഒരു റിവിഷൻ ആവും. പെൺകുട്ടികൾക്കാണെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴോ, അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തോ, ആൺകുട്ടികൾക്കാണെങ്കിൽ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോഴോ, വെളിയിലൊക്കെ സിറ്റ് ഔട്ടിലൊക്കെ ഇരിക്കുമ്പോഴോ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത്, ഞങ്ങളുടെ കർത്തവ്യം ഞങ്ങൾ ചെയ്തു തന്നു. മാക്സിമം ചെയ്യും. ഫുള്ള് നമുക്ക് ചെയ്ത് തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കർത്തവ്യം ഞങ്ങൾ ചെയ്തു തന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് സേഫാക്കി വെക്കുക. മാർക്ക് ഇച്ചിരി കുറഞ്ഞവർ വിഷമിക്കരുത്. നെഗറ്റീവായി പോയി അല്ലെങ്കിൽ കുറച്ച് താന്നു പോയി സാറേ, ആയിക്കോട്ടെ, 1 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വാശിയോടുകൂടി തുടങ്ങുക. നിങ്ങൾ ഇവിടം വരെ എത്തി എന്നങ്ങ് മനസ്സ് വിചാരിച്ചാൽ മതി. വാശിയോടുകൂടി തുടങ്ങി മത്സരിച്ച് ഇപ്പം കണ്ട കറണ്ട് അഫേഴ്സ് ഒക്കെ അവർ നല്ല സാധാ നമ്മൾ പഠിച്ചാൽ കിട്ടുന്ന കറണ്ട് അഫേഴ്സ് ആണ് വന്നത് അല്ലേ. എല്ലാ മേഖലയും കൃത്യമായിട്ട്, ചന്ദ്രയാൻ്റെ കാര്യത്തിലായാലും, നമ്മുടെ MS സ്വാമിനാഥൻ മരിച്ചതായാലും, ഗഗൻയാൻ്റെ
കാര്യത്തിലായാലും എല്ലാം ബേസിക് കറണ്ട് അഫേഴ്സാണ് ചോദിച്ചത്. അതുകൊണ്ട് കറണ്ട് അഫേഴ്സിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോഴേ തുടങ്ങിക്കോ. എന്തെങ്കിലും ഫാൾട്ട് പറ്റിയവർ ഇനിയും വാശിയോടുകൂടി പഠിക്കുക. ഈ വരുന്ന വർഷത്തെ പരീക്ഷകൾ മുന്നോട്ട് പോവുക. ഓരോ പരീക്ഷയ്ക്കൊരു ഇന്നത്തെ ക്വസ്റ്റ്യൻ അനലൈസ് നമ്മുടെ സബിസാർ കാര്യമായിട്ട് പറയും, ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കൂടുതൽ വന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് ഇനി നിങ്ങൾക്ക് നല്ലൊരു ഉദ്യോഗം കിട്ടുന്നത് വരെ കൂടെ കാണും. എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥനായി നിങ്ങളുടെ ജീവിതത്തെ സേഫ് ആക്കുക. കാരണം നിങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടി പഠിച്ചവരല്ലേ. അപ്പം പിന്മാറരുത്. മാർക്ക് കുറഞ്ഞിട്ടുള്ളവരോട് എനിക്ക് ആദ്യം അവരോടാണ് എനിക്ക് പറയാനുള്ളത്. മാർക്ക് കുറഞ്ഞു, ഇതല്ലെങ്കിൽ അടുത്ത പരീക്ഷ വരുന്നു, LDC വരുന്നോ, LGS വരുന്നോ, പോലീസ് പരീക്ഷ വരുന്നോ, ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്കുണ്ടല്ലോ. പഠിക്കേ, കിട്ടും. മെനക്കെട്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നേ. പിന്നെ ആ ട്രാക്കിൽ പഠിക്കണം. അല്ലാതെ ചുമ്മാ വാരി വലിച്ച് ഒരു ബുക്ക് മാത്രം ഇരുന്ന് ആശ്രയിച്ച് പഠിക്കരുത്. സ്കൂൾ ടെസ്റ്റും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നല്ല ക്ലാസ്സുകൾ, എൻട്രിയിലൊക്കെ അതിൻ്റെ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് LD, LGS, പോലീസൊക്കെ വരുന്നത്. അപ്പം ആ ക്ലാസ്സുകളും കറക്റ്റ് ഒരു ഓർഡറിൽ പഠിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എൻട്രിയിലെ ഗോൾഡ് ബാച്ചിലൊക്കെ പഠിച്ചവർ എന്തുമാത്രം മെസ്സേജ് ഇട്ടിരിക്കുന്നതെന്ന് അറിയാമോ? അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്കിപ്പം തുറക്കാൻ വയ്യ. ഞാൻ ഇപ്പം തന്നെ ഒരു 10 മിനിറ്റിന് മുമ്പ് തുറന്നപ്പം തന്നെ ഒരു 10-27 മെസ്സേജ് ഇട്ടേക്കുന്നു. യൂണിവേഴ്സിറ്റി LGS ഇത്ര മാർക്കുണ്ട് കിട്ടുമോ, ഇത്ര മാർക്കുണ്ട് കിട്ടുമെന്ന്. അപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും ഓരോ കുട്ടികൾ ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. പിന്നെ പലർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല, ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉടനെ വിലയിരുത്താൻ പറ്റത്തില്ല. ഒരു അധ്യാപകർക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സേഫാക്കി ഇനി അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. കിട്ടുമ്പോൾ ദൈവം തരുന്നെങ്കിൽ, നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നാളെ തൊട്ടോ മറ്റന്നാളെ തൊട്ടോ തുടങ്ങുക. ഇതേപോലെ പഠിച്ചു പോവുക. എല്ലാവിധ വിജയാശംസകൾ നേരുകയാണ്. സന്തോഷമുണ്ട് നിങ്ങളെ ഇത്രയും പഠിപ്പിച്ചതിലൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ കണ്ടോ, പഠിപ്പിച്ചത് വന്നു എന്ന് പറഞ്ഞപ്പോഴും അഭിമാനം. ഇന്നത്തെ ദിവസം ഇന്ന് രാവിലെ 9:15 വരെ മനസ്സിൽ ഹൃദയം അങ്ങ് ഇടിക്കുകയായിരുന്നു. പഠിപ്പിച്ചതൊക്കെ വരണേ. പക്ഷെ വന്നു എന്നറിഞ്ഞു ഓരോ കുട്ടികളുടെ സന്തോഷ വാർത്ത കേട്ടപ്പം ഞങ്ങൾക്കും സന്തോഷമായി. ഓരോരുത്തരോടും പറയാം, ഒത്തിരി സന്തോഷത്തോടെ ഇനിയും ഞങ്ങൾ കാണും. ഈ മുമ്പിൽ വരുന്ന പരീക്ഷകൾക്ക് ഞങ്ങൾക്ക് നല്ല ആരോഗ്യവും എല്ലാം ദൈവം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ മുമ്പിലേക്ക് കാണും, നിങ്ങളെ നല്ലൊരു പൊസിഷനിൽ എത്തിക്കുന്നത് വരെ. ഓക്കെ, ഒത്തിരി സന്തോഷം. ഇന്നത്തെ ആ പരീക്ഷയെക്കുറിച്ച് വിലയിരുത്താൻ, പരീക്ഷയുടെ ക്വസ്റ്റ്യനൊക്കെ കുറിച്ച് വിലയിരുത്താൻ നമ്മുടെ സബിസാർ കറക്റ്റ് ഒരു ഓർഡറിൽ പറഞ്ഞുതരും. ഒത്തിരി സന്തോഷം. ഇനി പഠിക്കത്തില്ലേ, മുന്നേറുക. ഞങ്ങളുണ്ട്. വരുന്ന പരീക്ഷകൾക്ക് ഇതേപോലെ കൂടെ നിന്ന് ഞങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകളും എൻട്രിയിലെ നല്ല ക്ലാസ്സുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും കാണാം. ഓക്കെ, നമുക്ക് സബിസാറുമായിട്ട് ഒന്ന് ചോദിക്കാം ഇന്നത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന്. ഓക്കെ സാറേ, താങ്ക് യു. സബിസാർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. സബിസാറെ, ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. പ്രദീപ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 98-99ഓളം ചോദ്യങ്ങൾ നമ്മുടെ എൻട്രി ആപ്പിൽ നമ്മുടെ അധ്യാപകർ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയായിരുന്നു. കുട്ടികൾ കമൻറ്റുകളിലൂടെയും അല്ലാതെ കോളുകളിലൂടെയൊക്കെ നമ്മളെ ആ സന്തോഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, നമ്മുടെ ഇന്നത്തെ പരീക്ഷ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു. രണ്ടാമത്തത്, ഈ പരീക്ഷയുടെ ഇതേ പാറ്റേൺ വെച്ചിട്ട് തന്നെ വരാൻ പോകുന്ന LDC, LGSന് വേണ്ടി എൻട്രിയുടെ മുന്നോട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് എൻട്രി LDCക്കും LGSനും വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് വരാൻ പോകുന്ന എക്സാമിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പ്രദീപ് സാറിനോട് വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ ഈ പരീക്ഷയുടെ അവസാന നിമിഷങ്ങളിൽ പ്രദീപ് സാറ് ആഞ്ഞു പിടിച്ചിട്ട് കുറേ റിവിഷൻ സീരീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് എൻട്രി ആപ്പിനകത്തും ഉണ്ടായിരുന്നു, യൂട്യൂബിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കുട്ടികളിൽ ഭയങ്കരമായിട്ട് ഊർജ്ജം ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ അതിൽ നിന്ന് തന്നെ കുറേ ചോദ്യങ്ങൾ വന്നു എന്നുള്ളതിൽ നമ്മൾ മാനേജ്മെൻറ്റ് എന്ന നിലയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു വലിയൊരു സന്തോഷമുണ്ട്. സാറിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ നേരത്തെ പ്രദീപ് സാർ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പാടാണെന്ന് വെച്ചാൽ പാടല്ല, പക്ഷേ ഇത് സിമ്പിളാണ്. നമ്മൾ പഠിച്ച ഫാക്റ്റ് തന്നെയാണ്. പക്ഷെ ആ ഫാക്റ്റുകളെ ആണോ അല്ലയോ എന്നുള്ള ചോദ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പല ചോദ്യങ്ങളും ആ ഒരു പരീക്ഷ സമയം 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു മാനസിക സമ്മർദ്ദത്തിലായിരിക്കുമല്ലോ. ആ സമ്മർദ്ദത്തിൽ പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ഒരു പക്ഷേ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് മൊത്തം 10 ചോദ്യങ്ങളാണ് ഇത്തവണ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് 10 ഉണ്ടായിരുന്നു, ഭരണഘടനയിൽ നിന്ന് 7 ചോദ്യങ്ങളുണ്ടായിരുന്നു, കേരള ചരിത്രത്തിൽ നിന്ന് 4 ചോദ്യങ്ങളുണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ കറണ്ട് അഫേഴ്സിൽ നിന്ന് 15 ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കേരള ഫാക്സിൽ നിന്നായിട്ട് കേരള ഫാക്സ് ജോഗ്രഫിയിൽ നിന്ന് 10 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഫാക്സിൽ നിന്ന് 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, കലാകായിക സാഹിത്യത്തിൽ 5 ചോദ്യങ്ങൾ, എക്കണോമിക്സിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ല, പക്ഷേ ലേസി സ്ഫിയർ തിയറി എന്ന് പറഞ്ഞൊരു തിയറി ചോദിച്ചിട്ടുണ്ട്. അതിൽ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ട് ആ ചോദ്യം. അപ്പോൾ അവിടെ എക്കണോമിക്സിൽ നിന്ന് ലേസി സ്ഫിയർ തിയറി എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സയൻസിൽ നിന്ന് ജീവശാസ്ത്രം പൊതുജനാരോഗ്യവും പറയുന്ന ആ ഒരു പാർട്ടിയിൽ നിന്ന് മൊത്തം 18 ചോദ്യങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഫിസിക്സിൽ നിന്ന് 3 ചോദ്യം വന്നു, കെമിസ്ട്രിയിൽ നിന്ന് 2 ചോദ്യം വന്നു, പിന്നെ മാത്സിൽ നിന്ന് 20 ചോദ്യം, പിന്നെ ഇത്രയാണ് ഇതിനകത്ത് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ 22 ചോദ്യങ്ങളാണ് മൊത്തം 80 GK ചോദ്യങ്ങളിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 22 ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഒന്ന് കേരള ജോഗ്രഫിയാണ്.
കേരളത്തിൻ്റെ ഇപ്പോൾ കായലുമായിട്ട് ബന്ധപ്പെട്ട്, നദിയായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ദേശീയോദ്യാനം, വന്യജീവി സങ്കേതങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് PSC ചോദിച്ചത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളായിരുന്നു. പിന്നെ അത് കൂടാതെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയാണ് 2ാം സ്ഥാനത്ത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ 2ാം സ്ഥാനത്ത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. 4 ചോദ്യങ്ങളാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നിട്ടുള്ളത്. പിന്നീട് നമ്മൾ കാണുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. പൊതുവേ സാധാരണ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൂടുതൽ ചോദ്യങ്ങൾ വരേണ്ടതാണ് അല്ലേ സാറേ? മുമ്പത്തേക്ക് വെച്ചിട്ടല്ലേ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നീട് കറണ്ട് അഫേഴ്സിൽ 2 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം ചോദിച്ചു. അതിലൊന്ന് ചന്ദ്രയാനായിരുന്നു. പിന്നീട് വരുന്നത് കേരളത്തിന്റെ കായികവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ് ചോദിച്ചത്. അതുപോലെ കേരളത്തിലെ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കലാമണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വരുന്നത്. പിന്നീട് സയൻസിൽ വരുന്നുണ്ട്. സയൻസിൽ 4 ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സിൽ നിന്നാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ടോട്ടലി 22 ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രദീപ് സാറേ നമ്മൾ ഇനി ഓരോ ഇതിലേക്കും ഭാഗത്തേക്കും ഒന്ന് ഇടകേറി പോവുകയാണെങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് 10 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യങ്ങൾ വന്നു. കോൺഗ്രസിൽ നിന്ന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം നമുക്ക് വേണമെങ്കിൽ തിലകിലേക്കുള്ള ചോദ്യമാണ്. അവിടെ വേണമെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളിലേക്ക് വേണമെങ്കിൽ അതിനെ കൊണ്ടുപോകാം. ബട്ട് അവിടെ ഗാന്ധിജിയുമായി റിലേറ്റീവ് സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്ന് മാത്രം ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ 5 ചോദ്യങ്ങളാണ്. അതിൽ 2 ചോദ്യങ്ങൾ ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നീട് അവിടെ സുഭാഷ് ചന്ദ്രബോസ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതുപോലെ തന്നെ തിലകിന്റെ ചോദ്യം വന്നിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞല്ലേ മറ്റേ മിതവാദികൾ തീവ്രവാദികൾ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ കോൺഗ്രസുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താം അല്ലേ? ഗാന്ധിജിയുടെയും എളുപ്പമായിരുന്നു. ഗാന്ധിജിയുടെ നമ്മൾ പറയുന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ ബഹുജന പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചാൽ സിമ്പിൾ ചോദ്യം തന്നെ. പിന്നെ എപ്പോഴും ചോദിക്കുന്ന പൂർണ്ണ സ്വരാജ് ചോദിച്ചു. ലാഹോർ സമ്മേളനം 29 അത് മിതവാദി അല്ലാത്തതാരെന്ന് ചോദിച്ചു. അതൊക്കെ ലാൽ ബാൽപാൽ ഏതൊരു വ്യക്തിയും അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. അവിടെ ഒന്നും പിള്ളേരെ അവിടെ ഒന്നും കുഴച്ചില്ല എന്നുള്ളതാണ്. പിന്നെ അവിടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവിടെ മൊത്തം ഒരു 4 ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവിടെ VP മേനോനുമായി ബന്ധപ്പെട്ട് ബുക്ക് ചോദിച്ചു. അതേപോലെ നമ്മുടെ യെസ്, അപ്പൊ അതുപോലെ തന്നെ ഫ്രാൻസിന്റെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു. എല്ലാം സ്കൂൾ പാഠപുസ്തകത്തിലാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷന്റെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ മലയാളി അവിടെ എൻഷിലി ചിലപ്പം തെറ്റിപ്പോകുന്നുണ്ട്. PN പണിക്കറും KM പണിക്കറും കിടപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മള് KM പണിക്കർ ഫ്ലോ ഉള്ളവര് എഴുതി കാണും. അതെ, അവിടെ ഒരു കൺഫ്യൂഷൻ അങ്ങനെ ചിലപ്പോൾ തെറ്റിക്കാനുള്ള സാധ്യതയുള്ളൂ. പിന്നീട് ഗഗന്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ശാസ്ത്രമായിട്ട് എടുക്കാം, കറണ്ട് അഫേഴ്സുമായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ റേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി സാറേ അടുത്ത് നമ്മൾ ഭരണഘടനയിലേക്ക് പോവുകയാണെങ്കിൽ 7 ചോദ്യങ്ങൾ വന്നു. ആ 7 ചോദ്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ഒരു ചോദ്യം ചോദിച്ചാൽ സ്വത്തവകാശമായിട്ട് ബന്ധപ്പെട്ട് സിമ്പിൾ ആയിട്ടുള്ള സ്കൂൾ പാഠപുസ്തകം തന്നെയാണല്ലോ. പിന്നെ ഡ്രാഫ്റ്റിംഗ് പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സാധാരണ ചോദിക്കുന്ന സാധനം തന്നെ. കോടതി ജില്ല നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ കോടതി ആസ്ഥാന കോടതി എന്ന് ചോദിച്ചു. പിന്നെ എഴുതപ്പെട്ട നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും വലുത് ഇന്ത്യൻ ഭരണഘടന സവിശേഷത ചോദിച്ചു. പിന്നെ ആമുഖത്തിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ ദേശീയ പൈതൃകവും ലോക്പാലും. ഇത്രയുമാണ് മെയിനായിട്ട് ഭരണഘടനയിൽ വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. കേരള ചരിത്രത്തിലേക്ക് പോകുമ്പോൾ സ്കൂൾ ടെസ്റ്റ് കറക്റ്റ് സ്കൂൾ ടെസ്റ്റ് ആണ്. ഈ ലോക്പാലിന്റെ ക്വസ്റ്റ്യനും സ്കൂൾ ടെസ്റ്റ് തന്നെയാണ്. അതെ, യെസ്. ഇനി കേരള ചരിത്രത്തിലേക്ക് പോകുമ്പോൾ സാർ അതുപോലെ തന്നെ സ്കൂൾ ടെക്സ്റ്റ് തന്നെ 4 ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. സാറിന് ഞാൻ പ്രതീക്ഷിച്ചത് കേരള ചരിത്രത്തിൽ നിന്ന് കൂടുതൽ ചോദ്യം വരുമെന്നാണ്. പക്ഷെ കേരള ചരിത്രത്തിൽ നിന്ന് ചോദ്യം കുറച്ചു. അതെ, അത് സ്റ്റേറ്റ്മെന്റ് വരുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ അവിടെ സ്റ്റേറ്റ്മെന്റ് ഒന്നും വിടാതെ അവിടെ നൈസായിട്ട് മാത്രമാണ് ചോദിച്ചത്. നവോത്ഥാന നായകരിൽ ഗുരുവും ചട്ടമ്പി മാത്രമേ ചോദിച്ചു, ചട്ടമ്പി സ്വാമികൾ മാത്രമേ ചോദിച്ചു. അങ്ങനെ മൊത്തം 4 ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. പിന്നീട് കറണ്ട് അഫേഴ്സിലേക്ക് വരുമ്പോഴാണ് സാറേ നമുക്ക് ഒരു വലിയൊരു 20 ചോദ്യങ്ങളാണ് PSC പറഞ്ഞിരിക്കുന്നത്. സിലബസ് കൊടുത്തിരിക്കുന്നത് 20 എന്നാണ് കൊടുത്തിരിക്കുന്നത്, മാർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു 15ഓളം ചോദ്യങ്ങൾ ഡയറക്റ്റ് തന്നെ കറണ്ട് അഫേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചു, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോടെ വന്നു. പദവികളിൽ പിന്നീട് വന്നത് നമ്മുടെ ISROയുടെ ചെയർമാൻ വന്നു. പിന്നെ അതുകൂടാതെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഒരു കറണ്ട് അഫേഴ്സ് അവിടെ ചോദിച്ചു. ചന്ദ്രയാൻ 3 ചോദിച്ചു. അതിലൊരെണ്ണം സ്റ്റേറ്റ്മെന്റ്. അതെ, ചന്ദ്രയാൻ 3 ചോദിച്ചു. അതിലൊരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ അത് തീർച്ചയായും സാർ അടുത്ത വരും പരീക്ഷകളിൽ ചന്ദ്രയാൻ എന്താന്ന് പഠിക്കുന്നവരല്ല, അതിന്റെ റോവറും അതിന്റെ പേരും ചെയർമാന്റെ പേരും പഠിക്കുന്നുണ്ട്. അപ്പൊ അതെന്തായാലും ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പദവികള് ചന്ദ്രയാൻ വളരെ ഹോട്ട് ഒരു ടോപ്പിക്കാണ്. ഇനി വരും പരീക്ഷകളിൽ അല്ലേ സാറേ, വരും പരീക്ഷകളിലും ചന്ദ്രയാൻ 3 ഒരു ഹോട്ട് കറണ്ട് അഫേഴ്സ് സാധനം തന്നെ ആയിരിക്കുന്ന കാര്യം സംശയമൊന്നുമില്ല. പറഞ്ഞതല്ല അവരടുത്ത് ഈ കഴിഞ്ഞ ക്ലാസ് കൊടുത്തപ്പോഴും ചന്ദ്രയാൻ, ഉമ്മൻചാണ്ടി മരിച്ചത്, MS സ്വാമിനാഥൻ മരിച്ചത്, ഈ ഡേറ്റ് കറക്റ്റ് പഠിച്ചിട്ട് പോണേന്ന് പറഞ്ഞു. കറക്റ്റ് MS സ്വാമിനാഥൻ മരിച്ച ഡേറ്റ് വരെ ചോദിച്ചു. അതൊക്കെ നമുക്കൊരു സന്തോഷം. ഒരു അധ്യാപകൻ അത് നോക്കണേ എന്ന് പറഞ്ഞിട്ട് വിട്ട കാര്യങ്ങൾ കറക്റ്റ്. അതെ.
പിന്നീട് ചോദിച്ചത് ചൊവ്വ ദൗത്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ G20 ഉച്ചകോടി ചോദിച്ചിട്ടുണ്ട്. കൊറോണയെ ബേസ് ചെയ്തിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അത് വേദികളെല്ലാം പഠിക്കണേന്ന് പറഞ്ഞു. G20 തന്നെ ആദ്യം പഠിക്കുന്ന G20 വേദി തന്നെയാണ്. അതെ, ബ്രസീൽ തന്നെ കറക്റ്റ്. പിന്നെ സാറേ ഇതിനകത്ത് ചോദിച്ച മറ്റേ യുഎനിലെ ഇന്ത്യൻ പ്രതിനിധി എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥിരം, അതൊരു എല്ലാവരും ഒത്തിരി പേര് തെറ്റിച്ച് ഒത്തിരി പേര് നമ്മൾ പണ്ടേ പഠിക്കുന്ന പേരായിരുന്നു ബി ഓപ്ഷൻ രുചിരയുടെ കിടന്ന്. പക്ഷെ അതിപ്പോ അങ്ങ് മാറി അരന്തം എന്ന് പറയുന്ന ആളായി. അതുകൊണ്ട് എല്ലാവരും മറ്റേ ഒരുവിധം 90% പേരും ബി ഓപ്ഷനാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ എ ഓപ്ഷൻ മെനക്കെട്ട് പഠിച്ചവർ മാത്രമേ എ ഓപ്ഷനിൽ. പിന്നീട് നോബൽ സമ്മാനം വിട്ടില്ല, നോബൽ സമ്മാനം വന്നിട്ടുണ്ട്. പിന്നെ അവാർഡ്, കേരളത്തിലെ സാഹിത്യ അവാർഡ് വന്നിട്ടുണ്ട്. സാഹിത്യ എഴുത്തച്ഛൻ, വയലാർ അവാർഡ്, ഓടക്കുഴൽ, മൂന്നും നമ്മൾ ബേസ് പഠിക്കുന്ന അവാർഡ് തന്നെയാണ് ചോദിച്ചത്. 3 അവാർഡും ചോദിച്ചു. പിന്നെ പരിസ്ഥിതിയുമായി ദിനവുമായി ബന്ധപ്പെട്ട തീം 2022 എല്ലാ സാറുമാരും പ്രമേയങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഇനി നമ്മൾ കേരള ഫാക്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് ഡിജിറ്റൽ ജില്ല എന്ന് പറഞ്ഞ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പല കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു ചോദ്യമാണ് ഡിജിറ്റൽ ജില്ല എന്ന് പറയുന്നത് ചോദ്യം. എന്നാലും കറണ്ട് അഫയേഴ്സിലുണ്ട്, അത് കറക്റ്റ് തൃശ്ശൂരിൽ നിന്ന് ഉണ്ടായിരുന്നു. പക്ഷെ മലപ്പുറം കടന്നുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത. പിന്നെ കേരള അടിസ്ഥാന വിവരങ്ങളിൽ എന്നൊരു ചോദ്യം വന്നു. നദികൾ എന്നുള്ള ചോദ്യം, നദികൾ, കായലുകൾ, ചുരം, മത്സ്യബന്ധനം, ഇതെല്ലാം ഈ 4 ചോദ്യവും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമായിരുന്നു. സോ അപ്പോ നദികള്, ചുരം, കായൽ, പക്ഷി സങ്കേത കേന്ദ്രം, അതുപോലെ ചോദിച്ചു. പിന്നെ തുറമുഖങ്ങൾ, ഒരു ജീവി ഏത് ജില്ലയിലെ, നീണ്ടകര തിരുവനന്തപുരം ഒന്നും ഇട്ടേക്കുന്നത് തെറ്റാണ്. ചിമ്മിനി കാസർഗോഡ് കൊണ്ടുപോയിട്ടേക്കുന്നത്. അപ്പൊ എല്ലാം എളുപ്പമുള്ള ബേസിക് ജോഗ്രഫി. അല്ലെങ്കിൽ സാർ എനിക്ക് അവിടെ തോന്നുന്നത് എന്താ അറിയോ, സംഭവം എളുപ്പമാണ്. പക്ഷെ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ പരിശീലിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ ഒരു ആ സമയത്ത് ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ പരിശീലിക്കുന്നതിനേക്കാൾ ഈ അടുത്ത കാലങ്ങളിൽ എഴുതി ശീലിച്ചവർക്ക് അത് തറവായതാ. കാരണം ഒത്തിരി പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞില്ല, ഇത്ര പരീക്ഷ അവർ എഴുതി തകർത്തതാ. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം റിവിഷൻ നടത്തിയവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം പേടിപ്പിച്ചില്ല അവരെ. സ്റ്റേറ്റ്മെന്റ് ആയാലും ഇപ്പൊ പിള്ളേർ മെസ്സേജ് ഇടുന്ന കണ്ടിട്ടും സാറ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ വലിയ കുഴപ്പം വന്നിട്ടില്ല എന്ന് പറയുന്നത്. എല്ലാ സ്റ്റേറ്റ്മെന്റും എളുപ്പമായിരുന്നു എന്നാണ്. പിന്നെ സാർ നമ്മൾ ഇന്ത്യൻ ഇതിലേക്ക് പോകണം, ഇന്ത്യൻ ഫാക്സിലേക്ക് പോകുമ്പോൾ റൂർക്കേല, ഹിമാലയ നദികൾ, അതിർത്തി, തീരപ്രദേശം, പട്ടണങ്ങളിൽ നിന്നാണ് ചോദ്യം വന്നത്. പട്ടണങ്ങൾ അവിടെ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യം ചോദിച്ചു. കാരണം സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ചോദിച്ചത്. പട്ടണങ്ങൾ 10ാം ക്ലാസ്സിലെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അയോധ്യ, സരയു, അഹമ്മദാബാദ്, സബർമതി, കൊൽക്കത്ത, ഹൂഗ്ലി. 3 സിമ്പിൾ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിച്ചു. പിന്നീട് കലാകായ സാഹിത്യത്തിലേക്ക് 5 മാർക്കിൽ കേരള കായികവുമായിട്ട് ബന്ധപ്പെട്ട്, കേരള കലാമണ്ഡലം, അതുപോലെ നൃത്തകലയുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ നോവലുമായി ബന്ധപ്പെട്ടും ദേശീയ കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം. കറക്റ്റ് ആ ചോദ്യകർത്താവ് ഒരു LGS കാരന് ഇടാൻ പറ്റിയ ഒരു ചോദ്യമായിട്ട്, അല്ല ഒരു ബുദ്ധിമുട്ടിച്ചില്ല. ഇതാണ് LGS പോകുന്നത്. പണ്ട് നമ്മൾ LGS ഭയങ്കര സിമ്പിൾ ആണെന്നല്ലേ കേട്ടിട്ടുള്ളത്. അതേപോലെ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൂടെ വന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇനി സാർ ബയോളജിയിലേക്ക്, നമ്മൾ സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബയോളജി 18 ചോദ്യങ്ങൾ വന്നു. അത് ബയോളജി മാത്രമല്ല, നമ്മുടെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, പൊതുജനാരോഗ്യം, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 18 മാർക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് അസ്ഥി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് മാത്രം 3 ടോപ്പിക്, 3 ചോദ്യം വന്നു. 3 ചോദ്യം അടുപ്പിച്ച് 3 ചോദ്യങ്ങൾ അസ്ഥിന്ന് വന്നു. പിന്നീട് ശാസ്ത്രനാമങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ജീവികളുടെ ഹൃദയവും അറയുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നു. സങ്കരയിനം, അതെപ്പോഴും ചോദിക്കുന്നതാണല്ലോ സങ്കരയിനം. പിന്നെ അതുപോലെ വൈറസ്, പിന്നെ ശരീരവുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ ചോദിച്ചു, വൈറസ് രോഗങ്ങൾ ചോദിച്ചു, ജീവിതശൈലി രോഗം ചോദിച്ചു. ഈ രോഗങ്ങളിൽ നിന്ന് മാത്രം ജീവിതശൈലി രോഗങ്ങൾ മാത്രം 6 ചോദ്യങ്ങളാണ് ആ ഭാഗത്ത് മാത്രം കടന്നു വന്നത്. പിന്നെ ആരോഗ്യ വിജ്ഞാനം പദ്ധതികൾ മൊത്തം 3 ചോദ്യം വന്നു. കേന്ദ്ര സർക്കാർ പദ്ധതിയും വന്നു, കേരള സർക്കാരിന്റെ 2 പദ്ധതിയും വന്നു. അങ്ങനെ മൊത്തം 3 പദ്ധതികൾ നിലവിലിനകത്ത് വന്നിട്ടുണ്ട്. ഫിസിക്സിൽ നിന്ന് ഭാരത്തിന്റെ യൂണിറ്റും അതുപോലെ ലെൻസും ഭാരത്തിന്റെ യൂണിറ്റിൽ എല്ലാവരും തെറ്റിയിട്ടുണ്ട്. ഓപ്ഷൻ കിലോഗ്രാം കണ്ടങ്ങ് എഴുതും, പക്ഷെ അവർ എടുത്ത് ബ്രാക്കറ്റ് CGS യൂണിറ്റ് എഴുതണമെന്ന് പറഞ്ഞു. അപ്പൊ അത് ന്യൂട്ടൺ പഠിച്ചേ പറ്റും. അത് സ്കൂൾ ടെസ്റ്റിലുള്ള പോയിന്റ്. പക്ഷെ ഒത്തിരി പേർക്ക് നമ്മളിപ്പം വെളിയിൽ നിന്ന് പറയാം, പക്ഷെ അകത്തിരിക്കുമ്പോൾ അവരിലെ കിലോഗ്രാം കാണും. പിന്നെ കെമിസ്ട്രിയിൽ നിന്ന് കാർബണിൽ നിന്ന് ഹൈഡ്രജൻ ആണ് ചോദ്യം വന്നിട്ടുള്ളത്. പിന്നീട് ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഈ LGSകാർക്ക് ഈ ഒരു ചോദ്യം തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ വേണം. കാരണം കുറച്ച് തെറ്റുന്നവര് താഴോട്ട് പോട്ടെ, കറക്റ്റ് ഹാളിൽ ഇരുന്ന് പെർഫെക്റ്റ് ആയവര് മേളോട്ട് വരട്ടെ. മറ്റേത് 1 വേർഡ് ആയിരുന്നുവെങ്കിൽ ആർക്ക് കൊടുക്കും, എന്ത് കൊടുക്കും, നമുക്ക് ഒരേ മാർക്ക് എത്ര പേർക്ക്. ഇതിപ്പം ചിലവർക്ക് തെറ്റിക്കാണ്. കറക്റ്റ് ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയത് നല്ലത്. ഏറ്റവും നല്ല റാങ്ക് പഠിച്ച് പെർഫെക്റ്റ് ആവാൻ ഏറ്റവും നല്ല റാങ്ക് കിട്ടും. അത് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഇടണം. എല്ലാം അങ്ങ് 1 വേർഡ് ആയി പോയാൽ ആർക്ക് ഒരേ മാർക്ക് തന്നെ. ഇപ്പൊ 100-90, ചിലപ്പോൾ ഒരു 200-300 പേർക്ക് വന്നാൽ
89 പിന്നെ കിടക്കുകയല്ലേ റാങ്ക്. അതെ 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 അതെ. ഇതിപ്പം സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് കുറച്ച് പേര് ഒരേ മാർക്ക് കുറവായിരിക്കും. കുറവായിരിക്കും. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട ആൾക്കും. ആ. നമുക്കൊരു ബിഗ് അതെ, സല്യൂട്ട്. അതെ, ഒരു അതെ. LGS കാരനെ ഇടാൻ പറ്റും. മാന്യമായ ഒരു ചിലപ്പം ചോദ്യമായിരുന്നു അല്ലേ? നല്ലൊരു- മാർക്കിച്ച് കുറഞ്ഞൊരു നമ്മളെ ശപിക്കായിരിക്കും, ആലപാട് ഇതാകോ എന്നൊക്കെ ചോദിച്ചു കളയും. അവരോടൊക്കെ പറയാണ് കുഴപ്പമൊന്നുമില്ല, ഇതല്ലെങ്കിൽ മറ്റൊന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല, നിങ്ങൾക്ക് പ്രതീക്ഷിച്ചത് കിട്ടും, ധൈര്യമായിട്ടിരിക്കുക. നമ്മുടെ മാത്സ് അധ്യാപകൻ വിശ്വാസ് സാറുണ്ട്. സാറേ 20 മാർക്കായിരുന്നു കണക്കിനുണ്ടായിരുന്നത്. അപ്പം LGS ലെവലിലുള്ള ചോദ്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും എല്ലാ തവണയും വലിയ പ്രയാസമില്ലാതെ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പോഴും നമ്മൾ റിവ്യൂ എടുക്കാനൊക്കെ പോയപ്പോഴും പറഞ്ഞത് മാത്സ് എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞതിൽ കുറച്ച് പേരൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു മാത്സ്? തീർച്ചയായിട്ടും പരീക്ഷയെ പൊതുഅഭിപ്രായം നോക്കുമ്പം വളരെ എളുപ്പമുള്ള പരീക്ഷ തന്നെ ആയിരുന്നു. എങ്കിലും കുറേയധികം ഉദ്യോഗാർത്ഥികളെ കുഴപ്പിച്ച ഭാഗം വന്നത് കണക്കിൽ നിന്നായിരിക്കാം. അത് പ്രധാന പ്രശ്നം, ഒരു 2 ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലായിരുന്നു. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ കുറേ അധികം സമയം ആ 2 ക്വസ്റ്റ്യൻ്റെ പുറത്ത് കളയും. ഒരു 5 മിനിറ്റോളം ആ 2 ക്വസ്റ്റ്യനിൽ തന്നെ കളയും. കാര്യം നമുക്ക് തെറ്റിപ്പോയതാണെന്ന് കരുതി വീണ്ടും വീണ്ടും ചെയ്ത് വീണ്ടും പരിശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ ഉദ്യോഗാർത്ഥികളോട് എപ്പോഴും പറയുന്നത്, ഒരു 2 തവണ കണക്ക് ചെയ്തിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങളത് ചെയ്യാൻ പോകരുത്. അത് നമുക്ക് തെറ്റിയതായിരിക്കത്തില്ല, PSCക്ക് തെറ്റിയതായിരിക്കും. എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള കാര്യമാണ്. അതേപോലെ മറ്റൊരു വളരെ സന്തോഷം തരുന്നൊരു കാര്യം എന്തെന്നാൽ, നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ തന്നിരിക്കുന്ന PSC തന്നിരിക്കുന്ന സിലബസിനെ സമഗ്രമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് മാത്രമാണ് 20 ചോദ്യങ്ങൾ ചോദിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം എന്തെന്നാൽ, അതിലൊരു 75% ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞ അതേ സംഖ്യകൾ ഉപയോഗിച്ച് തന്നെയാണ് PSC ചോദിച്ചത്. സംഖ്യകൾ പോലും മാറ്റാതെ ആ ചോദ്യങ്ങൾ അതേപടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം ഒരു അഭിമാനം തോന്നുന്നൊരു നിമിഷമായിട്ട് ഞാൻ പറയുകയാണ്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ വിലയിരുത്തുകയാണെങ്കിൽ, ഇതിനകത്തിൽ ഒരു 2 മാർക്ക് ചോദിച്ചത് ഭിന്നസംഖ്യയിൽ നിന്നാണ്, 2 മാർക്ക് ശ്രേണികൾ ചോദിച്ചു, 2 മാർക്ക് നമ്മുടെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും ദൂരവും. അപ്പോൾ അങ്ങനെ തന്നെ ഒരു 3 ടോപ്പിക്ക് പഠിച്ചാൽ 6 മാർക്കായി. പിന്നീട് ഇതിനകത്തിൽ കുറച്ച് ഉദ്യോഗാർത്ഥികളെ, അതായത് ഒരു LGSൽ നിന്നും കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലാണ് കണക്കിൻ്റെ ചോദ്യങ്ങൾ വന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയായിരിക്കും പല ഉദ്യോഗാർത്ഥികൾക്കും കണക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അതായത് √0.111 എക്സെട്ര ഇൻറ്റു 0.444 എക്സെട്ര എന്ന് തുടങ്ങുന്നൊരു ചോദ്യം 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ് ചോദിച്ചത്. അപ്പോൾ 7ാം ക്ലാസ് നിലവാരമുള്ള LGSന് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാമോ എന്ന് ചോദിച്ചാൽ ചോദിക്കാം. കാര്യം, ദശാംശ സംഖ്യകൾ നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ട്. എന്നാൽ ഈ ചോദ്യം കോപ്പി പേസ്റ്റ് ചെയ്ത് 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നാണ്. അതുപോലെ പിന്നെ 6ാം ക്ലാസ് തൊട്ടുള്ള പാഠപുസ്തകത്തിൽ നിന്നും ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് 8/125 സമാനമായ ഭിന്നസംഖ്യ ദശാംശ രൂപം ഏത് എന്ന് തുടങ്ങുന്ന കുറേ ചോദ്യങ്ങളൊക്കെ. അതേപോലെ പിന്നീട് PSC തന്നിരിക്കുന്ന സിലബസ് മാത്രമാണ് ചോദിച്ചത്. അതിനകത്ത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടായിരുന്നു, പിന്നെ ആവറേജ് ഉണ്ടായിരുന്നു, അതുപോലെ ബോർഡ് മാസ് ഉണ്ടായിരുന്നു, ഒറ്റയാനെ കണ്ടെത്തലുണ്ടായിരുന്നു. പിന്നെ കുറേയധികം ഉദ്യോഗാർത്ഥികൾ കുറച്ച് സമയം കളഞ്ഞ 2 ചോദ്യം ഞാൻ പറഞ്ഞത്, ഒന്ന് തെറ്റിപ്പോയ 2 എണ്ണം, മറ്റ് 2 എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനലോഗി, അതായത് സമാന ബന്ധങ്ങൾ. നിങ്ങൾ കണ്ടു കാണും, 6 210 തമ്മിലുള്ള ബന്ധം എന്നതുപോലെ 10 നമ്മുടെ ഡാഷ് എന്നിട്ടാണ് ചോദിച്ചത്. അപ്പം പലരും ക്യൂബ് പഠിക്കാതെ പോയവരുണ്ട്. ഞാൻ ഈ ഏത് പരീക്ഷയ്ക്ക് പോയാലും, അത് LGS തൊട്ട് ഡിഗ്രി തലം വരെയുള്ള ഏത് പരീക്ഷയ്ക്ക് പോയാലും നിർബന്ധമായിട്ടും പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട അഡ്വൈസ് ഇതാണ്, ക്യൂബ് പഠിച്ചുകൊണ്ട് പോകണമെന്ന്. 1 തൊട്ട് 10 വരെയുള്ള ക്യൂബുകൾ നമ്പേഴ്സ് പഠിച്ചുകൊണ്ട് പോയാൽ 1 മാർക്ക് അവിടെ നിന്ന് ഉറപ്പിക്കാം എന്ന് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് അതേപടി PSC ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒറ്റയാനെ കണ്ടെത്തൽ എന്ന് പറയുന്ന ചോദ്യത്തിൽ നിന്നും കുറച്ച് പേര് കുറേയധികം സമയം കളഞ്ഞു കാണും. കാര്യം അത്യാവശ്യം കണക്ക് നല്ല റേഞ്ചിലൊക്കെ ചോദ്യം വന്നപ്പം ഒരു 164 ഉത്തരം. 164 ഉത്തരം വരുമ്പോൾ ബാക്കി 3 സംഖ്യകൾ ഒറ്റ സംഖ്യകളാണ്. അപ്പം ഇത്രയും നല്ല നിലവാരത്തിലൊരു ചോദ്യം ചോദിച്ചപ്പം ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയും വെച്ചുകൊണ്ട് ഒറ്റയാൻ വരുമോ എന്ന് പലരും കൺഫ്യൂഷൻ ആയിക്കൊണ്ട് ചിലപ്പോൾ അതിന് ഉത്തരം ചെയ്ത് കാണത്തില്ല. ഉത്തരം 164 തന്നെയാണ്. ഇരട്ട സംഖ്യ എന്ന് പറയാം, അതല്ലെങ്കിൽ അതൊരു ഭാജ്യ സംഖ്യ എന്ന് പറയാം. ബാക്കി 3 അഭാജ്യ സംഖ്യകളാണ്. അപ്പോൾ അത്യാവശ്യം ഒരു LGS എബോവ് നിലവാരത്തിൽ ചോദിച്ച ചോദ്യങ്ങളാണ് വന്നത്. പിന്നെ 2 ചോദ്യങ്ങൾ LD നിലവാരത്തിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞ നേരത്തെ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യം. അതുപോലെ മറ്റൊരു ചോദ്യം നേരത്തെ മുൻ വർഷത്തിൽ നമ്മുടെ ബിവറേജസ് LDക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്, 100 ഗുണം 89 ഗുണം 90 അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിനെ 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര? ഇതേപടി നമ്മുടെ ബിവറേജസ് LDക്ക് ചോദിച്ചതാണ്. അപ്പം LD നിലവാരത്തിലുള്ള ചോദ്യങ്ങളും ഇവിടെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും നമുക്ക് അങ്ങനെ കുറച്ചുകൂടെ തയ്യാറെടുപ്പ് ഊർജിതമാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെല്ലാം ഉള്ള നല്ല തയ്യാറെടുപ്പാണ് എൻട്രിയിൽ വരാൻ പോകുന്ന വേരിയസ് LGSന് വേണ്ടി
നമ്മൾ കുട്ടികളെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. അപ്പം വരുന്ന LGS, വരുന്ന LDC, പിന്നെ ഉയർന്ന ലെവലുള്ള മറ്റ് പരീക്ഷകൾ, ഇതിനുവേണ്ടി എല്ലാത്തിനുമുള്ള വസ്തുനിഷ്ഠമായ സമഗ്രമായ പരിശീലനം തന്നെയാണ് എൻട്രി ആപ്പിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഇന്ന് കടന്നുപോയ പരീക്ഷ ഒരുപക്ഷെ നമ്മൾ നേടിയേക്കാം. ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് നേരത്തെ പഠിച്ചതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആരും വിഷമിക്കേണ്ട. വരുന്ന എല്ലാ പരീക്ഷകളും നമ്മുടേതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ നഷ്ടമാക്കിയ അല്ലെങ്കിൽ പഠിക്കാൻ കളഞ്ഞ സമയങ്ങളൊന്നും നഷ്ടമല്ല. അത് വരാൻ പോകുന്ന ഓരോ പരീക്ഷകൾക്കുമുള്ള മുതൽക്കൂട്ട് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇത് ഉപസംഹരിക്കുന്നു. ഞാൻ മൈക്ക് മാരാർ സാറിന് കൈമാറുന്നു. ഒരുപാട് താങ്ക്സ് സാർ. അടുത്ത നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ 20ഓളം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 15ഓളം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വരികയുണ്ടായി. ഏറെക്കുറെ ചോദിച്ചത് 2023 തന്നെയാണ്. സമീപകാലത്ത് നടന്ന നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അവിടെ കറണ്ട് അഫയേഴ്സ് എടുക്കുന്ന വിശ്വനാഥ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറെ, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആദ്യമായിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ അധികം ബുദ്ധിമുട്ടിച്ചില്ല എന്ന് തന്നെ പറയണം. നേരത്തെ പ്രദീപ് മഹത്തൽ സാർ പറഞ്ഞുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. എല്ലാ ചോദ്യങ്ങളും 100% ഉറപ്പോടെ പറയാൻ പറ്റും. എല്ലാ ചോദ്യങ്ങളും ക്ലാസ്സുകളിലൂടെ തന്നെ, എൻട്രിയിലെ ക്ലാസ്സുകളിലൂടെ തന്നെ നമ്മുടെ അധ്യാപകർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. പ്രധാനമായിട്ട് നമ്മുടെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ ചാന്ദ്രയാനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നൊബേൽ സമ്മാനത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിക്കോട്ടെ, നമ്മളുടെ യൂട്യൂബ് ക്ലാസ് വെരിഫൈ ചെയ്താൽ മാത്രം മതി നമ്മുടെ കൂട്ടുകാർക്ക് ഉത്തരം എഴുതാനായിട്ട്, നമ്മുടെ കുട്ടികൾക്ക് ഉത്തരം എഴുതാനായിട്ട്. നിയമനങ്ങൾ പരിശോധിക്കുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇന്ത്യയിലെയും കേരളത്തിലെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്തെത്തിയ ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ല പരിഗണന കൊടുത്തിട്ടുണ്ട്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അതുപോലെ കേരളത്തിലെ സ്പീക്കർ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക മേഖല, അതായത് ഗഗൻയാൻ, മംഗൾയാൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാന്ദ്രയാൻ്റെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് തന്നെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റേറ്റ്മെൻറ്റ് അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇച്ചിരൂടെ പിന്നെ ഇതിനകത്ത് കുട്ടികളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ, അതിനകത്ത് വർഷം ഒന്ന് തെറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2023 വയലാർ അവാർഡ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അത് 2022 അതാണ് അവിടെ തെറ്റായിട്ട് വന്ന ഒരു പ്രസ്താവന. അപ്പം കൃത്യമായിട്ട് പഠനത്തോടൊപ്പം തന്നെ നല്ല രീതിയിൽ വായിക്കുകയും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് ചെയ്യുക, അതായത് ക്ലാസ്സുകൾക്ക് ശേഷം നൽകുന്ന ഡെയിലി എക്സസൈസുകളൊക്കെ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സിൽ ചെയ്ത കുട്ടികൾക്ക് ഈ 15ഓളം മാർക്ക് കൃത്യമായിട്ട് മേടിക്കാനായിട്ട് കഴിയും. പിന്നെ സാറ് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തിരി വിഷമം ഉണ്ടാക്കുന്നത് ഈ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി, അത് നമ്മൾ സ്ഥിരമായിട്ട് രുചിത്രയുടെ പേര് പഠിച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്നാണ് അരവിന്ദം ബാഗ്ജിയുടെ പേര് കടന്നു വരുന്നത്. അതൊരു കൺഫ്യൂഷൻ ആകാൻ കൂട്ടുകാർക്ക് സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ഒതുങ്ങി നിന്നുകൊണ്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ മുഴുവൻ മാർക്കും മേടിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ചോദ്യപേപ്പർ കറണ്ട് അഫയേഴ്സിന്റെ തയ്യാറാക്കിയതായിട്ട് കാണാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു വിശ്വനാഥ് സാർ. ഇനി നമ്മുടെ രഞ്ജിത്ത് ആർ കെ സാറുണ്ട്. അപ്പം ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നില്ല. എന്നാൽ വരാൻ പോകുന്ന LDC പോലുള്ള പരീക്ഷകൾക്ക് കൃത്യമായിട്ടുള്ള റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങളായിട്ട് ഇംഗ്ലീഷ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറേ, ഇപ്പം പരീക്ഷ എഴുതിയ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തവരുണ്ട്, പിന്നെ ചെയ്തവരുണ്ട്, കുറച്ച് പേര് നല്ലപോലെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അവരിനി LGSനെ നേരിടാൻ പോവുകയാണ്, വേരിയസ് LGSനെ. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഈ പരീക്ഷയെക്കുറിച്ചും, പിന്നെ പരീക്ഷ എഴുതാൻ പോകുന്നവരോടും ഒക്കെ പറയാനുള്ള ഒരു മോട്ടിവേഷൻ എന്താ സാറേ? നമ്മുടെ യൂണിവേഴ്സിറ്റി LGS പരീക്ഷ കഴിഞ്ഞു. അതിൻ്റെ വസ്തുനിഷ്ഠവും അതുപോലെ തന്നെ ഒരു വിശദവുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ, അത് ഏത് ഭാഗത്തു നിന്നൊക്കെ ചോദിച്ചു, ഏതൊക്കെ മേഖലകൾ, ഏതൊക്കെ സബ്ജക്റ്റ് എന്നുള്ള കാര്യം നിങ്ങളെ പഠിപ്പിച്ച എക്സ്പെർട്ടുകളായിട്ടുള്ള അധ്യാപകർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം നമുക്ക് കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. എല്ലാവർക്കും, പഠിച്ച എല്ലാവർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ചോദ്യമായിരുന്നു എന്നാണ് പ്രദീപ് മുത്തൽ സാറും സബി സാറും വിശാഖ സാറും എല്ലാവരും ഇവിടെ സംസാരിച്ചത് അങ്ങനെയാണ്. അപ്പം അധ്യാപകരും ഉദ്യോഗാർത്ഥികളും ഒരുപോലെ തൃപ്തരാണ്. പിന്നെ കുറച്ച് പേർക്കെങ്കിലും പരീക്ഷാ ഹാളിൽ വെച്ച് മാർക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവാം, മാർക്ക് വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാത്തവരുണ്ടാവാം. അവർക്കെല്ലാം ചെറിയ വിഷമങ്ങൾ, അതെല്ലാ പരീക്ഷകൾ കഴിയുമ്പോഴും കുറച്ച് പേര് ഹാപ്പി ആയിരിക്കും, കുറച്ച് പേര് അസന്തോഷവാന്മാരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളെ വരാൻ പോകുന്ന പരീക്ഷ ഒരു കാരണവശാലും ബാധിക്കാൻ പാടില്ല. ഇനി വരാൻ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷകളുടെ ഒരു ചാകരയാണ്. ഇനിയും വലിയ പരീക്ഷകൾ വരും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGS കഴിഞ്ഞു, ഇനിയിപ്പോൾ LGS പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്ന തരത്തിലുള്ള ഒരു കാര്യവും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും
പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇനിയിപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ നിങ്ങൾ കൃത്യമായിട്ട് തുടരുക, മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. LDC പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഇംഗ്ലീഷ് ഉണ്ട്. ഇപ്പോൾ LGSൽ ഇംഗ്ലീഷ് ഇല്ലായിരുന്നു, എന്നാൽ LDC പോലുള്ള പരീക്ഷകളിലൊക്കെ ഇംഗ്ലീഷ് വരുന്നുണ്ട്. അതുപോലെ ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു പുതിയ തീരുമാനമെടുത്ത് വളരെ ഗംഭീരമായിട്ട് പഠനം തുടരുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. അത് ഇംഗ്ലീഷ് ആയാലും ഏത് സബ്ജക്റ്റ് ആയാലും മുന്നോട്ട് പോവുക. അധ്യാപകരുടെ ഒരു സപ്പോർട്ട്, എൻട്രിയിലെ അധ്യാപകരുടെ സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ പറഞ്ഞ അനുസരിച്ച് അധ്യാപകർ പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. സുജേഷ് പുറക്കാട് സാറിൻ്റെയും പ്രദീപ് സാറിൻ്റെയൊക്കെ ഗോൾഡ് ബാച്ചിലെ സ്റ്റുഡൻസ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അവരുടെ നേതൃത്വത്തിലുള്ള ബാച്ചുകളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ ചോദിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പഠിച്ചാൽ ജോലി കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എൻട്രിയെ വിശ്വസിക്കുക, അധ്യാപകരെ വിശ്വസിക്കുക, മുന്നോട്ട് പോകുക. വിജയം സുനിശ്ചിതമായിരിക്കും. ഓർക്കുക, ഒരു വിജയവും യാദൃച്ഛികമല്ല, കഷ്ടപ്പാടിൻ്റെയും കഠിന പ്രയത്നത്തിൻ്റെയും ഫലമാണെന്ന് ഓർക്കുക. നിങ്ങളെ നയിക്കാൻ അധ്യാപകരായ ഞങ്ങൾ മുമ്പിലുണ്ട്. വിശ്വസിക്കുക, മുന്നോട്ട് പോകുക. നന്ദി. യൂണിവേഴ്സിറ്റി LGS എക്സാമിൻ്റെ ഒരു വിശകലനമാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ നടത്തിയത്. ഇനി വരാൻ പോകുന്ന LGS LDC എക്സാമുകളുണ്ട്. എൻട്രിയിലൂടെയും എൻട്രിയുടെ യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്തും. ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നല്ല റാങ്കുകളിലേക്ക് എത്താൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.